9 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് രക്ഷകനായി ചുമട്ടുതൊഴിലാളി. ഉമ്മയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ 30 കോൽ ആഴമുള്ള കിണറ്റിൽ വീണ പിഞ്ചു കുഞ്ഞിനാണ് ചക്കരക്കൽ ടൌണിലെ ചുമട്ടുതൊഴിലാളിയായ പറമ്പായി ചേരി കമ്പനിക്ക് സമീപത്തെ TP മുഹമ്മദ് എന്ന മമ്മി രക്ഷകനായത്. കുഴിയിൽപ്പെടിയിലെ ചന്ദ്രോത്ത് ഹൌസിൽ റെയ്സൽ സെറീന ദമ്പതികളുടെ പിഞ്ചോമനയെയാണ് മുഹമ്മദ് രക്ഷപ്പെടുത്തിയത്. ഇതാണ് ദൈവത്തിന്റെ രൂപത്തിലെത്തിയ ആ രക്ഷകൻ. ഉമ്മയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ 30 കോൽ ആഴമുള്ള കിണറ്റിൽ വീണ 9 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കിണറ്റിലേക്ക് എടുത്തു ചാടി മുഹമ്മദ് രക്ഷപ്പെടുത്തിയത്. ആ സംഭവം മുഹമ്മദിന്റെ വാക്കുകളിലൂടെ കേൾക്കാം. 12 മണിക്ക് ആകാനാകുമ്പോഴാണ് അവിടെ വീട്ടിലെത്തിയത്. ഇവിടുന്ന് വണ്ടി ഒരു നായ്ക്കുറുക്കൻ വണ്ടി, എന്റെ ജ്യേഷ്ഠന്റെ വണ്ടിയാണ്. ആ വണ്ടി എടുത്തിട്ട് അവിടെ കുറച്ച് വിറക് കയറ്റാൻ പോയതാണ്. അപ്പോൾ വിറകേറ്റാൻ പോയി അവിടെ മഴയായതുകൊണ്ട് നമ്മളവിടെ വീട് അവിടെ നിർത്തി വെച്ച് വണ്ടി നിർത്തി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ ആരും ഇല്ല, ആണുങ്ങളാരുമില്ല, അവരെല്ലാം കളിക്കാൻ പോയി പിള്ളേരെന്ന് പറഞ്ഞ്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് സംഭവം ഒരു ഭയങ്കര വൈരം കേട്ടത് ഉള്ളിന്ന്. നമ്മൾ ഒന്ന് ഷോക്ക് അടിച്ചതായിട്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓടി ചെല്ലുമ്പോൾ ആ വീട് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞ് കിണറ്റിൽ വീണ് കുട്ടിയും. പിന്നെ അതൊന്നും നമ്മൾ പിന്നെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കയറ് ഈ കപ്പിന്റെ മേലുള്ള കയറും പിടിച്ച് ഇറങ്ങാൻ നോക്കി. അപ്പൊ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞ് ഇനി ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞപ്പാട് കയറ് പിടിച്ചങ്ങ് ഇറങ്ങി. കയറ് പിടിച്ച് ഊരി അങ്ങ് പോയി. അപ്പൊ എന്റെ കയ്യെല്ലാം കൂട്ടി അപ്പോഴേക്ക് കുട്ടീനെ ഞാൻ കയ്യിലെടുത്ത് എന്റെ നെഞ്ചത്ത് വെച്ചിട്ട് കയറുകൊണ്ട് കെട്ടി താങ്ങി ഒരു 20 മിനിറ്റോളം നമ്മൾ പിടിച്ചെന്ന്. പിടിച്ചതിന് ശേഷം പിന്നെ കൊട്ടയെല്ലാം വന്ന് കുറെ ആൾക്കാർ വന്ന് കൊട്ടയായി വന്ന് ഇവിടെ കുട്ടീനെയും കയറ്റിയതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫയർഫോഴ്സ് വന്ന് ഞാനും അതിൽ നിന്ന് കയറി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കുഴിയിൽപീടികയിലെ ചന്ദ്രോത്ത് ഹൌസിൽ റെയ്സൽ സെറീന ദമ്പതികളുടെ 9 മാസം പ്രായമുള്ള കുഞ്ഞാണ് 30 കോൽ ആഴവും 10 കോലോളം വെള്ളവുമുള്ള കിണറ്റിൽ വീണത്. കുളിമുറിയിൽ വെച്ച് കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ സെറീനയുടെ കയ്യിൽ നിന്നും കുട്ടി അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു. ഈ സമയം ഇവിടെ വിറകെടുക്കാനായി എത്തിയ മുഹമ്മദും സഹോദരനും വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തുകയും വൈദ്യുതാഘാതമേറ്റതാണെന്ന് സംശയിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. അടുത്ത നിമിഷത്തിലാണ് കുഞ്ഞ് കിണറ്റിൽ വീണതാണെന്ന വിവരം അറിയുന്നത്. ഉടൻ മുഹമ്മദ് കിണറ്റിലേക്ക് എടുത്തു ചാടാൻ ശ്രമിച്ചെങ്കിലും ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ തടഞ്ഞു. എന്നാൽ ഈ എതിർപ്പ് വകവെക്കാതെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറിലൂടെ കിണറ്റിലേക്ക് ഇറങ്ങിയ മുഹമ്മദ് കുഞ്ഞിനെ തന്റെ കൈകളിൽ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. 20 മിനിറ്റോളം കുഞ്ഞിനെയും എടുത്ത് മുഹമ്മദ് കിണറ്റിനകത്ത് തന്നെ നിൽക്കുകയും തുടർന്ന് നാട്ടുകാരെത്തി കുഞ്ഞിനെ കൊട്ടയിലാക്കി കരക്ക് കയറ്റുകയും ചെയ്തു. കുഞ്ഞിനെ കരക്ക് കയറ്റുന്നതിനായി നാട്ടുകാരിലൊരാളായ ഷഫീറും കിണറ്റിലിറങ്ങിയിരുന്നു. കയറിലൂടെ ഇറങ്ങുന്നതിനിടെ 2 കൈകൾക്കും പരിക്കേറ്റ മുഹമ്മദിനെ കൂത്തുപറമ്പ് ഫയർഫോഴ്സ് എത്തിയാണ് കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത്. ഉടൻ കുഞ്ഞിനെയും മുഹമ്മദിനെയും ആശുപത്രിയിൽ എത്തിച്ചു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞ് അപകടനില തരണം ചെയ്തതായാണ് അറിയുന്നത്. കൂത്തുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയ മുഹമ്മദിനെ കണ്ട് അഭിനന്ദനമറിയിക്കാനായി നിരവധി പേരാണ് എത്തുന്നത്. മുഹമ്മദിന്റെ ധീരതയെക്കുറിച്ച് സംഭവം അറിഞ്ഞെത്തിയവരുടെ പ്രതികരണം: കുട്ടി വീഴുന്ന സമയത്ത് ഇവിടെ ആണുങ്ങളായിട്ട് ആരും ഉണ്ടായില്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ആ മരം എടുക്കാൻ വേണ്ടിയിട്ട് ആ ചുമട്ടുതൊഴിലാളിയായ മമ്മി എത്തിപ്പെടുന്നത്. അവൻ ഉടനെ എന്ത് ചെയ്തു, കിണറ്റിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി നോക്കി, ചാടാൻ വിട്ടില്ല. പക്ഷെ കയറുമായിട്ട് അവൻ കയറുമ്പലോട്ട് അങ്ങനെ ഊരിയിട്ട് കൈയെല്ലാം പൊട്ടി. പക്ഷെ ഒറ്റയ്ക്ക് അവനക്ക് ആ കൈ കൊണ്ട് കുട്ടീനെ അന്നേരത്തിന് കിട്ടിയത് ദൈവം സഹായിച്ചതാ. ആ കുട്ടീനെ പിന്നെ താണു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും വെള്ളമെന്ന് വെച്ചാൽ ഏകദേശം 10 അടി വെള്ളമുണ്ട്, 10 കോല് വെള്ളമുണ്ട്. അതിന് വലിയ കിണറല്ലേ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ രണ്ടാമത് ഓടി വന്നത് ഞാനാ. ആ സമയത്ത് എനിക്കാണെങ്കിൽ ഇറങ്ങാനും പറ്റൂല. അവനൊരു ഹെൽപ്പായിട്ട് വേറെ ആരും ഇല്ല. ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കാറല്ലേ ഉള്ളൂ. അപ്പം വേറെ ആരും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ ഈ വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവർ തന്നെ പോയിട്ട് വീണ്ടും ഒരു ബട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടാമത് നമ്മൾ വേറൊരാൾ ഇറക്കുന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഓടി വന്നിരുന്നു. ആ സമയത്ത് ആ എല്ലാവരും എത്തിപ്പെട്ടത് ദൈവം സഹായിച്ചു തന്നെയാണ്. അത്രയും വലിയ ഒരു എന്താ പറയാ, വാക്കുകളില്ല പറയാൻ. അതുകൊണ്ട് ആ പുള്ളി മമ്മീനെ എത്ര സ്തുതിച്ചാലും മമ്മീനെ ദൈവത്തിനെ സ്തുതിക്കുന്ന പോലെ മമ്മീനെ സ്തുതിക്കണം. ഞാൻ അവനെ കയറ്റിയ പാട് ഞാനൊരു മുത്തം കൊടുക്കുകയത് അവനിക്ക്. ഇവന്റെ ജ്യേഷ്ഠൻ പോലും ഇവനെ അതിലേക്ക് തള്ളി വിടാണ്ട് പിടിച്ചു വെച്ചിട്ട് ആ ഏട്ടനെ പോലും ജ്യേഷ്ഠനെ വരെ ഇവന് അടിച്ചു മാറ്റിയിട്ട്
അടിച്ചിട്ടിട്ടാണ് ഇവൻ കിണറിലേക്ക് ഇറങ്ങുന്നത്. ഈ ആത്മാർത്ഥ, ആ ധീരത എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പിന്നെ ആ കുടുംബത്തില് ഇവന് നമ്മളിപ്പുറം ചുമട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. അതൊന്നും നിലവെക്കാതെ ആ വീട്ടിന്റെ അവസ്ഥ പോലും ചിന്തിക്കാതെ, ഓനിക്ക് 2 മക്കളുണ്ടെന്നുള്ള അവസ്ഥ പോലും ചിന്തിക്കാതെയാണ് എടുത്തു ചാടിയത്. അത് നമുക്ക് നേരെ നിന്ന് നമുക്ക് പോലും അത് സഹിക്കാൻ പറ്റുന്നില്ല. ആ രംഗം കണ്ടിട്ട്, ആ കിണറിന്റെ ആഴവും വെള്ളവും എല്ലാം കണ്ടിട്ട്. ചക്കരക്കൽ ടൗണിലെ ചുമട്ടുതൊഴിലാളിയാണ് മുഹമ്മദ്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് മുഹമ്മദിന്റെ കുടുംബം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.